ദാസേ ഹലോ, ഞങ്ങളിവിടെ കടത്തുണ്ട്. ഒരു പണിയുണ്ട്. എന്താ സാറേ? കുറച്ച് നാളായി ഒരുത്തൻ നമ്മളെ വല്ലാണ്ട് ചൊറിയാൻ തുടങ്ങിയിട്ട്. കുറെ ഉപദേശിച്ച് നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, പക്ഷേ ആളങ്ങോട്ട് വഴങ്ങുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണ്ടേ? കുറച്ച് ദിവസം അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. നിനക്ക് കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി സാറേ. അവന്റെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും ഞാൻ വാട്സപ്പ് ചെയ്യാം. എന്നാ പിന്നെ വൈകണ്ട. ഓക്കെ സാറേ, നിങ്ങൾ അവൻ്റെ ഡീറ്റെയിൽസ് അയച്ചെന്നാൽ മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റ്. എടാ, ദാസേട്ടനെ വിളിച്ചു. എവിടെ? എടാ കോപ്പേ, ഞാൻ പറഞ്ഞ നീ കേട്ടാ? എന്തിനാടാ ഈ പൊടിയും കഞ്ചാവും ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്? ഇതിൻ്റെ ഒരു സുഖം അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല മോനെ. ഒറ്റ പ്രാവശ്യം നീ ഉപയോഗിച്ച് നോക്ക്, ഒരു പ്രത്യേക വൈബാണ്. ഇങ്ങനെ പാറി നടക്കാം. ബെസ്റ്റ്. നമുക്കൊന്നിനും പേടിയുണ്ടാവില്ല, ഭയങ്കര ധൈര്യമായിരിക്കും. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരുത്തരെ തല്ലണോ കൊല്ലണോ, എന്തിന് സ്വന്തം അച്ഛനെ വരെ തല്ലണം. നമ്മൾ പ്രത്യേക ലോകത്തായിരിക്കും. അവിടെ തെറ്റുമില്ല ശരിയുമില്ല, എല്ലാം നമ്മൾ വിചാരിക്കുന്നത്. നീ എന്ത് പണ്ടാരെങ്കിലും ചെയ്യും. എടാ, ദാസേട്ടൻ വിളിച്ചിരുന്നു. നമുക്കൊരു പണി. കൊല്ലാനാണോ? കൊല്ലാനും വെട്ടാനും എന്നല്ല. നീ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ എന്തും ചെയ്യാനുള്ള മൂഡിലാണ്. തൽക്കാലം നീ വന്നേ, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. പോകുമ്പോൾ റൂം കുറച്ച് ടൂൾസ് എടുക്കണം. ഭയങ്കര ക്ഷീണം. ഓ, എത്ര നാളായെന്നോ ശരീരമൊക്കെ ഒന്ന് ഇളകിയിട്ട്. നന്നായിട്ടൊന്ന് മിനുങ്ങണം. എടാ, എന്ത് അടിയാണ് നീ അവനടിച്ചത്? നിനക്കറിയാലോ, പൊടി വലിച്ചാ പിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. തീരാതിരുന്നാ മതിയാരട്ടാ. ആദ്യം ഇവനെ തീർക്കാം, എന്നിട്ട് ബാക്കി കാര്യം. ചെറുമേ കുറച്ച് വെള്ളം. 2 ഗ്ലാസും. ദാസേട്ടൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ? ഹലോ ദാസേട്ടാ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അവനിപ്പോ ചെറുമേ ഇവിടെ ഇല്ലേ? ചത്തോ? എന്തായാലും ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. നീയോ? നിന്നെ ആരടി വിളിച്ചത്? ചെറിയമ്മ ഇവിടെ ഇല്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ജാക്സി, എന്റെ കൺമുന്നിൽ വന്ന് പോരുന്നു. ഞാൻ വിളിക്കാം. എന്നെ കൊല്ലം വിഷട്ട് കൊണ്ടുവന്നത് അവളുടെ ഒരു വെള്ളം. നിനക്ക് പോയി ചത്തോടടി. എന്റെ ജീവിതം പോയി, എല്ലാം പോയി. അസത്ത് ഒന്ന് ചത്തിട്ടാ മതി. അച്ഛാമ്മേ, നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോയി കൂടിയിരുന്നു. എന്നെ ആർക്കും വേണ്ട, ഒറ്റയ്ക്ക്. എന്ത് ഉറക്കാടത്? നിനക്കെന്താടാ പൊന്നുട്ടിയോട് ഇത്ര ദേഷ്യം? പൊന്നുട്ടി അവള് മനുഷ്യച്ചാര കൊടുക്കുന്ന യക്ഷിയാണ്. യക്ഷി. അവള് നിന്റെ അനിയത്തി അല്ലടാ. അനിയത്തി? ഞാൻ ജീവനെ സ്നേഹിച്ച എൻ്റെ അമ്മയെ കൊന്നിട്ടല്ലേ അവള് വന്നത്. പിന്നെ അച്ഛൻ, അതും അവള് കാരണമാണ്. അവള് ജനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. നീ മറിഞ്ഞതല്ലേ
പ്രസവത്തിൽ എന്തോ കോംപ്ലിക്കേഷൻ കൊണ്ടാണ് അമ്മ മരിച്ചതെന്ന്. പിന്നെ അച്ഛൻ അതൊരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. എന്തൊക്കെ ന്യായം പറഞ്ഞാലോ ആ രാക്ഷസി വന്ന ശേഷമല്ലേ എല്ലാം സംഭവിച്ചത്. ഇനി എന്റെ മരണം കൂടി അവൾക്ക് കണ്ടാൽ മതി. ആദ്യം നീ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് എടുത്ത് കളയും, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോകുന്നതൊന്ന് നിർത്ത്. പിന്നെ കൂട്ടുകാരും ഒത്തുള്ള വീട്ടിലെ മദ്യപാനം. ഒരു പെൺകുട്ടി വളർന്നു വരുന്നതല്ലേ, ആരാ എന്താ എന്നൊന്നും പറയാൻ പറ്റില്ല ഈ കാലത്ത്. അമ്മാമ്മ എന്റെ കൂട്ടുകാരനെ പറയണ്ട, സ്വന്തം കൂടെ പറഞ്ഞ പോലെയാണ് ഞാനാണ് കാണുന്നത്. എടാ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ. നിന്റെ അനിയത്തിക്ക് നീ മാത്രമാണ് ആശ്രയം. നീ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കുക അമ്മാന്ന് പോയെ. അവൾക്ക് എന്റെ ജീവനാണ് പോലും. ജീവൻ. ഹലോ, നീ ഇപ്പോ എവിടെണ്ടടാ? ഞാനിവിടെ കടത്തുണ്ട്. എടാ, ഒരു പ്രശ്നമുണ്ട്. പേടിക്കാനൊന്നുമില്ല. എന്താ സാറേ? നമ്മള് ഇന്നാളൊരുത്തിന് പണി കൊടുത്തില്ലേ, അവന്റെ ടീം നിങ്ങളെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാളും കരുതിയിരിക്കുന്നത് നല്ലതാ. ഹലോ 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 തൽക്കാലം നിങ്ങൾ രണ്ടാളും ഒന്ന് മാറി നിൽക്ക്. വേണ്ട സാറേ, ഞാൻ ഓക്കെയാന്ന് തോന്നുന്നു. സാർ ഫോൺ വിളിച്ചു. ഹലോ The person you are calling is not answering. ഫോൺ എടുക്കടാ, എടുക്ക്. എന്താടാ ആരും ഫോൺ എടുക്കുന്നില്ലേ? നീ എന്റെ ചെക്കന്റെ മേത്ത് കൈവെക്കല്ലടാ. ഞാൻ ചത്തിട്ടില്ലടി. അങ്ങനെയൊന്നും ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല. വെള്ളം കിട്ടാതെ ചത്താനും വേണ്ടില്ലടി. നിന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വേണ്ട എനിക്ക്. നല്ല വേദന ഉണ്ടല്ലേ? ഓരോ പാവങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു, തിരിച്ച് നമുക്കും കിട്ടുമെന്ന്. എവിടെ നിന്റെ നേതാവും കൂട്ടുകാരും? ഒറ്റ നീനും കാണുന്നില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മളൊന്ന് വീണു പോകുമ്പോഴേ അറിയൂ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെയായിരുന്നു. വാ നീക്ക്, നമുക്ക് ബാത്റൂം പോയൊന്ന് ഫ്രഷ് ആകാം. പതുക്കെ. നിങ്ങളുടെ ചെറിയമ്മയ്ക്ക് പനിയാണ്. 2-3 ദിവസം അവര് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ നാളെ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. രാവിലെ പോയ രാത്രിയിലെ വരൂ. നിങ്ങൾ ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ഏട്ടന് സമയത്ത് മരുന്നും ഭക്ഷണവും കൊടുക്കണം. അറിയാലോ, സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഏട്ടന് കയ്യും കാലും മറിക്കുമെന്ന്. അനുസരണയോടെ നിന്നോളണം. ഇവളോട് വഴക്കിടാനൊന്നും പോവരുത്, കേട്ടല്ലോ? ചായ എനിക്ക് വേണ്ട നിന്റെ വിഷചായ. അമ്മ പറഞ്ഞു. അമ്മ അങ്ങനെ പലതും പറയും. എനിക്കെന്റെ ജീവൻ നോക്കണ്ടേ?
എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മരുന്ന് കഴിക്കാനുള്ളതല്ലേ? ഇന്ന് എനിക്ക് മരുന്ന് വേണ്ട. രാക്ഷസി വിഷട്ട് കൊണ്ടുവന്നിരിക്കുക എന്നെ കൊല്ല. വിഷന്നിട്ട് പയ്യേ അമ്മാവന് പോകേണ്ട നേരം. എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞടി. അതെ, ഞാനിതിൽ വിഷമൊന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ കുടിച്ച് കാണിച്ചു തരാം. വേണ്ട വേണ്ട. അമ്മാവൻ 2 ദിവസം കഴിഞ്ഞേ വരും. ചെറിയമ്മയ്ക്കാണെങ്കിൽ പനി മാറിയിട്ടുമില്ല. അതുവരെ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. വേണ്ടെങ്കി വേണ്ട. വേണം. വേണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നേരത്തെ പറഞ്ഞു. അത് നേരത്തെ അല്ലേ. ഇപ്പൊ വേണോ? എന്താ പത്ര ചോദിക്കാൻ? വേണമെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ എങ്ങനെയാ? എന്തേ? ആ, ഞാനെപ്പോഴും ചിന്തിക്കും ജനിക്കണ്ടായിരുന്നെന്ന്. വെറുതെ എന്തിനാ ഏട്ടനോട് ശല്യമായിട്ട്. ഏട്ടൻ വഴക്ക് പറയുമ്പോ ചത്താലോ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എനിക്ക് ചാവാൻ പേടിയാ. ഏട്ടാ, ഞാൻ കാരണമാണോ നമ്മുടെ അച്ഛനമ്മയും മരിച്ചത്? എനിക്ക് ഏട്ടനല്ലാതെ വേറെ ആരുമില്ല. ഇരിക്കും മോളെ. അമ്മാവന് സന്തോഷായടാ മക്കളെ. അമ്മാവാ, എന്താടാ? എനിക്ക് ജീവിക്കണം. അമ്മാവൻ പറഞ്ഞ പോലെ നല്ലവനായി. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്റെ ചീത്ത കൂട്ടുകെട്ട് നിർത്തണം. നിർത്തി. ഇതെന്റെ അവസാനത്തെ കള്ളുപിടിയ. നാളെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി. നീയും. ഇത്രയും നാൾ നമ്മൾ നടന്നത് തെറ്റായ വഴിയിലൂടെയായിരുന്നു.
നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. അപ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. കഴിക്ക്. അമ്മ പറഞ്ഞതുപോലെ ഏതൊരു പെൺകുട്ടിയുടെയും ധൈര്യവും വരും അവരുടെ ആങ്ങളമാരാ. എനിക്ക് ജീവിക്കണോടാ, എന്റെ പൊന്നുട്ടിക്ക് വേണ്ടി. നീ ഉണ്ടാവില്ല എന്റെ കൂടെ. നീ ചോദിച്ചാൽ ചങ്ക് പറിച്ചു തരില്ല ഞാൻ. എനിക്കറിയാം നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. നീ കഴിക്ക്, ഞാനൊന്ന് കിടക്കട്ടെ. ഫ്ലാറ്റായി. കഴിക്കടാ, നീ എന്റെ ചങ്കാണ്. പൊന്നുട്ടി അവള് പാവ, ദുഷ്ടനാ. ഞാൻ ദുഷ്ടനാ. ഏട്ടന് വഴക്ക് പറയുമ്പോൾ ചത്താലും എന്നാണ് വിചാരിക്കും. പക്ഷെ എനിക്ക് ചാവാൻ പേടിയാണ്.
എങ്ങനെ തോന്നിയടാ നിനക്കെന്റെ പെങ്ങളെ? നിന്നെ അവിടെ ഏട്ടാന്നല്ലടാ വിളിച്ചോണ്ടിരുന്നത്. നീയല്ല എപ്പോഴും പറയാറ് ഒന്ന് ചത്ത് കിട്ടിയാ മതി ശല്യമാണെന്നൊക്കെ. എന്റെ കുട്ടി, ഞാൻ അവളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചങ്ക് പറിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്റെ ചങ്കാണല്ല പറിച്ചത്. നീ വിഷമിക്കണ്ട, അനിയത്തി പോലെ തന്നെ നിന്നെയും പറഞ്ഞുവിടാ. അവിടെ പോയിട്ട് നീ എത്ര വേണേലും സ്നേഹിച്ചോ. ഇതുപോലെ എന്റെ അനിയത്തി പറഞ്ഞില്ലടാ നിന്നോട്. പെങ്ങന്മാരെ സ്നേഹിക്കുന്ന എല്ലാ ആങ്ങളമാർക്കും വേണ്ടി നിന്നെ ഞാൻ കൊല്ലാൻ പോവടാ. നിന്നെ പോലുള്ളവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ചത്ത് തൊലയടാ. മോനെ, അമ്മ പോയടാ. നിനക്കൊരു അനിയത്തിക്കുട്ടിയെ തന്നിട്ടാ അമ്മ പോയത്. ഞാനില്ലാണ്ടായാലും നീ ഇവളെ പൊന്നുപോലെ നോക്കണട്ടാ. കുറ്റം ചെയ്യാൻ ആർക്കും അധികാരമില്ല. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇവിടെ നിയമവും കോടതിയുമുണ്ട്. ഒരു കുറ്റത്തെയും മറ്റൊരു കുറ്റം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. ലഹരി നാടിന് മൊത്തം ആപത്ത്. ഇനിയൊരു പെൺകുട്ടിക്ക് നേരെയും അതിക്രമം ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്.